കണ്ണൂർ കിഴുത്തള്ളിയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ വൻ അപകടം പതിയിരിക്കുന്നു. കൂറ്റൻ സിമന്റ് സ്ലാബ് ഏത് നിമിഷവും റോഡിലേക്ക് പതിക്കുമെന്ന അവസ്ഥയിലാണ്. കനത്ത മഴയിൽ മണ്ണ് കുത്തിയൊലിക്കാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. താഴെ ചൊവ്വ കിഴുത്തള്ളിയിൽ ഏതു നിമിഷവും ഈ സിമന്റ് സ്ലാബ് നിലംപതിക്കും. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ലാണ് അപകടം പതിയിരിക്കുന്നത്. സ്ലാബ് വെച്ച സ്ഥലത്തെ മണ്ണ് ഒലിച്ച് ചാൽ വീണിട്ടുണ്ട്. ഇനിയും മണ്ണൊലിച്ചാൽ സ്ലാബ് റോഡിൽ വീഴുമെന്ന് ഉറപ്പ്. ഇത് വൻ അപകടത്തിനാണ് ഇടയാക്കുക. മഴ പെയ്യുമ്പോൾ എല്ലാം മണ്ണ് ഇടിഞ്ഞിട്ട് വെള്ളം ഒലിച്ച് താകുന്നുണ്ട്. പിന്നെ ആ സ്ലാബ് എപ്പാന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം ഭയങ്കരമായ അപകടമായ രീതിയിലാണ് ഉള്ളത്. താഴെ വാഹനങ്ങൾ പോകുന്നുണ്ട്. മേലെ നിന്ന് ഇടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ മേലെയായിരിക്കും ജനങ്ങൾക്കെല്ലാം അപകടം പറ്റും. അത് അങ്ങനെയാണ് കാണുന്നത്. അത് അവരോട് പറഞ്ഞിട്ട് അവരെന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം അടിയിൽ മണ്ണിട്ടിട്ട് മേലെ വാർത്തേനെ കൊണ്ട് കാര്യമില്ല. കാരണം മഴ പെയ്യുമ്പോൾ ഇടിഞ്ഞ് പോകില്ലേ. ഇത് എത്ര മണ്ണ് ഇടിഞ്ഞിട്ട് വെള്ളം പോകണം അറിയാം. ആൾക്കാർ പേടിച്ചിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോണ്, നല്ല പോണ്. എന്ത് ചെയ്യുക? ഇത് ഒന്ന് അപ്പുറം ഒന്ന് ഇടിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ വീട് പ്രശ്നമാണ്. ഒന്ന് മേലെ പുതിയ പണിയെടുത്ത അവിടെ ഇടിഞ്ഞിട്ടുണ്ട്. വൻ ദുരന്തമാണ് ഇവിടെ പതിയിരിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ അടക്കം നടന്നുപോകുന്ന സ്ഥലമാണിതെന്നും പരിസരവാസിയായ ജിഷ്ണു പറഞ്ഞു. കൂടുതലായിട്ട് പ്രശ്നം വരുന്നത് റോഡിലൂടെ പോകുന്ന വാഹനത്തിലൂടെ പോകുന്നവർക്കാണ് കൂടുതലായിട്ട് പ്രശ്നം വരാനുള്ള ഇതുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ലാബ് തന്നെ അപകടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏത് നിമിഷവും പൊട്ടാം. മഴ എപ്പാന്ന് ശക്തിയായിട്ട് പെയ്യാൻ പോകുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ കൂടുതൽ ശക്തമായ മഴ പെയ്താൽ ചിലപ്പോൾ ഈ കെട്ട് തന്നെ പൊട്ടി വീഴാം. അത് കൂടുതലായും ബാധിക്കുന്നത് റോഡിലൂടെ പോകുന്ന സാധാരണക്കാർ കുറേ ആൾ നടന്നു പോകുന്നുണ്ട്. പിന്നെ വാഹനങ്ങൾ, ബസ്, ITയിലെ കുട്ടികളൊക്കെ സ്ഥിരം നിൽക്കുന്ന സ്ഥലമാണിത്. ITI ഇവിടെ തന്നെ വുമൻസ് IT ഉണ്ട്, പോളി, അതിലുള്ള എല്ലാ കുട്ടികളും സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടികളെയും വാഹനക്കാരെയാണ്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നടപടി എടുത്തേ പറ്റൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സ്ലാബ് അപകട സ്ഥലത്ത് നിന്ന് മാറ്റുകയെങ്കിലും ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മണ്ണ് ഇനിയും ഒലിക്കുന്ന സ്ഥിതിയുണ്ടായാൽ ദേശീയപാതയുടെ ഭിത്തിക്ക് വരെ ബലക്ഷയം ഉണ്ടാകും. ഉയരത്തിലുള്ള ദേശീയപാതയുടെ അടിഭാഗത്തു കൂടി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. പ്രദേശവാസികളുടെ ഭീതി അകറ്റാൻ അടിയന്തരമായി അധികൃതർ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.